25/10/2025 വലിയമരം വാർഡിൽ ഗൗരി പാർവതിരാജ് എന്ന് പറയുന്ന വ്യക്തിക്ക്, അതായത് എനിക്ക്, വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നതാണ്. എന്നാൽ 5/11/2025 ആർ സിയാദ് കണ്ടത്തിൽപ്പറമ്പിൽ എന്ന് പറയുന്ന ഒരാൾ അവിടുത്തെ വോട്ടർ പട്ടികയിൽ പേരുള്ള വ്യക്തി തന്നെയാണ്, വലിയമരം വാർഡിൽ തന്നെ. അദ്ദേഹം എനിക്കെതിരെ ഞാൻ അവിടെ താമസം മാറിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ പരാതിപ്പെടുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 6/11/2025 ഞാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരായി. ഞാൻ അവിടുത്തെ താമസക്കാരിയാണ് എന്ന് തെളിയിച്ചുകൊണ്ട് എല്ലാ വിധത്തിലുള്ള രേഖകളും ഹാജരാക്കിക്കൊണ്ട് ഞാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി. എന്നാൽ 14/11/2025 ഈ ഒരു വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ എൻ്റെ പേര് സപ്ലിമെൻ്ററി വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന്, അതായത് അവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പോലും ഒഴിവാക്കിയതായിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതായത് ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായ എൻ്റെ തെളിവുകളും കാര്യങ്ങളുമൊക്കെ ഞാൻ ഇവിടുത്തെ സ്ഥിര താമസക്കാരിയാണ് എന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരായി എന്ന് പറഞ്ഞു റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഒപ്പിട്ട് വാങ്ങിച്ച ഒരു രേഖയാണിത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായിട്ടുള്ള തെളിവുകളും ഇദ്ദേഹത്തിന് മുന്നിലാണ് ഞാൻ ഹാജരായിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് ഒരു പരാതി കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഡെപ്യൂട്ടി കളക്ടറുമായി ഞാൻ ബന്ധപ്പെട്ടു. പരാതി കൊടുത്തിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷന്. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് കാര്യങ്ങളെന്നുള്ളത് അറിയണം. ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഒരു UDF സ്ഥാനാർത്ഥിയെ റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് പാർട്ടിയെ സമീപിക്കാനിരിക്കുന്നത്.